ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും വെറുതെ കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള രസമാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രസം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അതിന് പകരമായിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലോട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 നെല്ലിക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കത് ഒത്തിരി ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, എന്നാലും നമുക്ക് പറ്റുന്ന വിധത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രമോ അതല്ലെങ്കിൽ ഒരു മൺചട്ടിയോ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് 2 പച്ചമുളകും ഒരു 4 നെല്ലിക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് കത്തി കൊണ്ട് ഒന്ന് അവിടെ ഇടക്കായിട്ടൊന്ന് കീറിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലാണ് നെല്ലിക്കയുടെ ഉള്ളിലത്തെ സത്തും അതുപോലെ തന്നെ പുളിയൊക്കെ ഈ ഒരു രസത്തിലേക്കൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഇറങ്ങുക. ഇത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നെല്ലിക്കയുടെ കളർ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പരിപ്പാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് കൂടെ എടുക്കണം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇതുപോലെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് പുളിയൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാളംപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെല്ലിക്കൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ പുളി ഇച്ചിരി കുറവായ പോലെ തോന്നിയപ്പോഴാണ് വാളംപുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നെല്ലിക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നെല്ലിക്ക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറവിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നെല്ലിക്ക രസം തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.